ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ കൃത്യമായിട്ട് ഈശോ പ്രകാരം പിതാവിനോട് പറയുന്നുണ്ട്, അവിടുന്ന് ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് പറയുകയാണ്, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കുന്നു, അവിടുത്തെ വചനമാണ് സത്യം. ഏറ്റവും ഒടുവിലായിട്ട് ഈശോ പറയുന്നുണ്ട്, അവർ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുകയാണ്, അങ്ങ് അവരെ ശുദ്ധീകരിക്കണമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പല പരീക്ഷകളുടെ സമയത്തും അങ്ങ് അവരുടെ കൂടെ ഉണ്ടാകണം, ആ പരീക്ഷകളിലൂടെ അവരെ കടത്തിവിട്ട് അവരെ വിശുദ്ധീകരിക്കണമെന്നൊക്കെ ഈശോ വ്യക്തമായിട്ട് പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ പത്രോസിലെ എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാളും വിലയുള്ളതായിരിക്കും, തിളക്കമുള്ളതായിരിക്കും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്ന് നമ്മൾ കേട്ട വചനങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ അവിടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അല്ല, നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകളും ബലഹീനതകളൊക്കെ പതുക്കെ മാറി അതൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നുണ്ട്, ഈ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് പത്രോസിലെ നമ്മളോട് പറയുകയാണ്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാളും വിലയേറിയതായിരിക്കും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പരീക്ഷണങ്ങളിലൂടെ ദൈവത്തിന്റെ ഹിതം നമ്മളിൽ പൂർത്തിയാകുവാനും അങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.